ഹായ് ഫ്രണ്ട്സ്, എന്തായി നിങ്ങളുടെ പഠനം? LP UP 2027 ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങളിൽ ഏറെ പേരും പഠിക്കുന്നതെന്ന് എനിക്കറിയാം. അതോടൊപ്പം തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ബെവ്കോ LD, VFA അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ കമ്പനി ബോർഡ് LGS. ഈ ഒരു 4 എക്സാമിനായിരിക്കുമല്ലോ നമ്മുടെ ഗ്രൂപ്പിലുള്ള മെയിനായിട്ടും ആളുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. ഡിഗ്രി എക്സാംസിന് പഠിക്കുന്നവരും ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. എന്നാലും മെജോറിറ്റി എനിക്ക് തോന്നുന്നു 10th ലെവൽ എക്സാം, പിന്നെ നമ്മുടെ കമ്പനി ബോർഡ് LGS, പിന്നെ LP UP ആണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താ ഈ പഠനമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ? ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? സത്യമായിട്ടും പറയണം, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. കാരണം ഇന്ന് നമ്മൾ നല്ല ഉഷാറോട് കൂടി പഠിച്ചു, നാളെയും നന്നായിട്ട് പഠിച്ചു, മറ്റന്നാൾ വരുമ്പോൾ ഒരു സുഖമില്ല, പഠിക്കാനൊരു ഉഷാറില്ല, ഇന്ന് പഠിക്കണ്ടെന്നൊരു തോന്നലാണ് മനസ്സിന്, രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെയൊക്കെ ചിന്തകളാണ്. അപ്പോൾ ആദ്യമൊക്കെ 2026 ജാനുവരി തുടങ്ങിയപ്പോൾ നമ്മൾ റെസൊല്യൂഷൻ എടുത്തു. എന്താണ്, ഈ വർഷം ലാസ്റ്റ് ആകുമ്പോഴേക്കും സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ, LP UP നോട്ടിഫിക്കേഷൻ ഈ വർഷം ലാസ്റ്റ് വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് പിറ്റേ ദിവസം മുതൽ ഞാൻ റിവിഷൻ മാത്രമായിരിക്കും ചെയ്യുക. ആ രീതിയിലൊക്കെ റെസൊല്യൂഷനൊക്കെ എടുത്തു. പക്ഷേ അത് നിറവേറ്റാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ടോ? അപ്പോൾ എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലും വരും എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. അതായത് ഒരു മോട്ടിവേഷൻ ക്ലാസ് കാണുന്നു, ആ സ്പിരിറ്റോട് കൂടിയിട്ട് ഒരു 2 മണിക്കൂർ മാക്സിമം നമ്മൾ പഠിക്കുന്നു. വീണ്ടും ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, അല്ലെ നമ്മൾ സ്ക്രീനിൽ കാണുന്നു, അതിൽ ടച്ച് ചെയ്ത് അത് മുഴുവൻ കാണുന്നു. കുറേ കണ്ട് കഴിയുമ്പോഴായിരിക്കും അയ്യോ ഞാൻ നോക്കി വന്നത് ഇതൊന്നും അല്ലല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡെയിലി നമുക്കൊരു പ്ലാൻ വേണം. അപ്പോൾ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ വീക്ക്ലി സ്റ്റഡി പ്ലാനുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡേറ്റ് വൈസ് നിങ്ങൾക്ക് തരുന്നുണ്ട്, ദിവസം ഇന്ന കാര്യങ്ങൾ പഠിക്കണം. അതും ഇപ്പോൾ ഈ ഒരു വീക്ക് മുതൽ കുറച്ചും കൂടി ടോപ്പിക് ബേർഡൻ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ചുകൂടി കണ്ടൻറ്റ് കുറച്ച് ന്യൂ ആയിട്ട് നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തവരെ കൂടി ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ ടോപ്പിക്കുകളാണ് ഓരോ ദിവസവും തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വഴിതെറ്റി പോവാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അല്ലേ. എന്ന് വെച്ചാൽ മറ്റുള്ള വീഡിയോസിലേക്കൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആയി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ഫോണിൽ ഇപ്പോൾ PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നതും അത്തരത്തിലുള്ള വീഡിയോസ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ള എൻ്റർടൈനിങ് വീഡിയോസ് കാണുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരിക, യൂട്യൂബ് ആണല്ലോ. അപ്പോൾ പരമാവധി നിങ്ങൾ മറ്റുള്ള വീഡിയോസ് കാണുന്നത് കുറച്ച് PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് റെക്കമെൻഡേഷൻ വരുന്നത് തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നമ്മൾ പഠിച്ച് നല്ല ഡീറ്റെയിൽഡ് സ്റ്റഡിക്കുള്ള സമയം ഇനിയും നമ്മളുടെ മുന്നിലുണ്ട്. LP UPയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിക്കുള്ള സമയം നമ്മളുടെ മുന്നിലുണ്ട്. ആ പ്ലാനോട് കൂടി, ഒരു സിസ്റ്റമാറ്റിക് പ്ലാനോട് കൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ സിലബസ് തീർക്കാനും പിന്നീട് അങ്ങോട്ട് റിവിഷൻ മാത്രമായിട്ട് നമുക്ക് പോകാനും സാധിക്കും. അങ്ങനെ ആകുമ്പോൾ വലിയൊരു ബേർഡൻ നമുക്ക് ഒഴിവാക്കിയിട്ട് ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് സിലബസ് പഠിച്ച് എക്സാം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ മോട്ടിവേഷൻ വീഡിയോയ്ക്കായിട്ട് നമ്മൾ അവിടെയും ഇവിടെയും പോയി തപ്പാതെ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ തന്നെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും നാളും അനുഭവിച്ചിട്ടുള്ള തിക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ കൊണ്ടുവരിക. അപ്പോൾ ഒരു ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ പരിഹാസിക്കപ്പെട്ടതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരത്തിൽ നമ്മളൊരു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നാളെ ജോലി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ ഫാമിലിക്ക് സപ്പോർട്ട് ആവാൻ പറ്റും, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എങ്ങനെ ഒരു നിലയും വിലയും കിട്ടും, അങ്ങനെയുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കും കേട്ടോ. ഇനി 1-2 പേര് എന്നോട് സംശയം ചോദിച്ചതിന് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് തോന്നിയ രീതിയിലുള്ള ഒരു മറുപടി ഞാൻ പറയുകയാണ്. അപ്പോൾ 2 പേരാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ 2 പേരും വീട്ടമ്മമാരാണ്. അവർ ഓൺലൈൻ കോഴ്സിന് ജോയിൻ ചെയ്തു. ഒരാൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി റിമൈൻഡ് ചെയ്ത്, അതായത് കോഴ്സ് തുടങ്ങിയിട്ട് കുറച്ചായി, പക്ഷേ ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് ഒരുപാട് പഠിക്കാനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതെങ്ങനെ കവർ ചെയ്തെടുക്കാൻ പറ്റും, അതായത് പൈസ മുടക്കി ജോയിൻ ചെയ്യുകയും ചെയ്തു, എന്നാൽ അവരെ ഫോളോ ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ. അതാണ് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുകയാണ്, അതുപോലെയുള്ള ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഐഡിയ ഞാൻ പറയുകയാണ്. നിങ്ങൾ തൽക്കാലം അവരുടെ ലൈവ് ക്ലാസ്സുകൾ ഫോളോ ചെയ്യാതിരിക്കുക. ലൈവ് ക്ലാസ് എന്ന് പറയുമ്പം അത് കുറച്ച് ലെങ്തി ആയിരിക്കും അല്ലേ, ഒരു അവർക്ക് എന്തായാലും കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, കുറച്ചൊരു ബേസ് ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ടോപ്പിക് വൈസായിട്ട് തീർക്കാനായിട്ട് ശ്രമിക്കുക. അവർ കവർ ചെയ്തിട്ടുള്ള വീഡിയോസ് ഏതൊക്കെയാണെന്ന് ആപ്പിൽ നോക്കിയിട്ട് ടോപ്പിക് വൈസായിട്ട്, ഇപ്പോൾ ഒരു ടോപ്പിക്ക് ഒരു ക്ലാസ് കൊണ്ടൊന്നും തീരില്ല, 2-3 ക്ലാസ് കൊണ്ടൊക്കെ ആയിരിക്കും തീരുക. അപ്പോൾ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് 3 ക്ലാസ്സാണെന്ന് വയ്ക്കുക. ആ 3 ക്ലാസ്സുകൾ നമ്മൾ MB കുറച്ച് വെച്ചിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാനായിട്ട്.
എല്ലാ ആപ്പിലും അതുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ 1-2 ആപ്പുകൾ പഠിച്ചിട്ടുള്ളതിലൊക്കെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന കാര്യം ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഒരു ടോപ്പിക്ക് അവിടെ കംപ്ലീറ്റ് ആവും. ഈ 3 വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ ഒരു ടോപ്പിക്ക്, ഇപ്പോൾ ഫിസിക്സിൽ നമ്മൾ തരംഗചലനം എന്ന് വിചാരിക്കുക. തരംഗചലനം എന്ന് പറയുന്ന ടോപ്പിക്ക് 3 വീഡിയോസ് കൊണ്ട് തീരുകയാണ്. അപ്പോൾ ആ 3 വീഡിയോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് നമ്മളുടെ സമയത്തിനനുസരിച്ച് ഈ വീഡിയോസ് സ്പീഡ് കൂട്ടിയിട്ടോ ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. എന്നിട്ട് ഒട്ടും ബേസ് ഇല്ലാത്തവർക്ക് അത് മൊത്തത്തിൽ നോട്ടൊക്കെ എഴുതേണ്ടി വരും. അല്ലാത്തവർ എന്ത് ചെയ്യുക, അറിയാത്ത കാര്യങ്ങൾ മാത്രം എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്കവിടെ തീർന്നു. അവർ ഈ 3 വീഡിയോസ് 3 ദിവസം കൊണ്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. നമ്മൾ ഈ 3 വീഡിയോസ് ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു ടോപ്പിക്ക് തീർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു നമുക്ക് റിമൈൻഡ് ചെയ്യുന്ന അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ക്ലാസ്സുകൾ നമുക്ക് റിമൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പയ്യെ നമുക്ക് ക്ഷമ വേണം കേട്ടോ. ആ ഒരു പയ്യെ നമുക്ക് ആ ഒരു ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു ക്ലാസ്സിലും ഇതുവരെ ലൈവ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ലൈവ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളായിരുന്നു ആപ്പിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്യും, സ്പീഡ് കൂട്ടിയിട്ട് കാണും, അറിയാത്ത പോയിന്റ് നോട്ട് ചെയ്യും. ഇതായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ ആ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. 1-2 പേര് സംശയം ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്കും അതെടുക്കാം. അപ്പോൾ ആ രീതിയിലൊരു സജഷൻ. പിന്നെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ PSC പഠിക്കണം എന്നാൽ മാത്രമാണ് കാര്യമുള്ളൂ. പിന്നെ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഒരാൾ പറയുന്നത് കേട്ട് 1-2 മണിക്കൂർ നേരത്തേക്ക് മോട്ടിവേറ്റഡ് ആയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് 1-2 ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് ഒരു വർഷം ഉണ്ട് ഇനിയും LP UP നോട്ടിഫിക്കേഷൻ വരാൻ. ഒരു വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 11 മാസം. പിന്നെ എക്സാമിന് അടുപ്പിച്ച് ഒരു 6 മാസം കൂടി, 1.5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ എക്സാം. അപ്പോൾ ഈ 1.5 വർഷവും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും വരില്ല. നമ്മൾ സ്വന്തമായിട്ട് മോട്ടിവേറ്റഡ് ആയി പഠിക്കണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കണം. എന്നാൽ മാത്രമാണ്. പിയാഷയുടെ തിയറിയൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, എന്താണ് നമ്മുടെ ഉള്ളൊരു ഡിസിക്വിലിബ്രിയം ഉണ്ടാവണം. അപ്പോൾ ആ ഡിസിക്വിലിബ്രിയത്തെ ഒന്ന് ഓവർകം ചെയ്ത് ഇക്വിലിബ്രിയത്തിലേക്ക് വരാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ത്വര വന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പഠനം സ്റ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനിയും ഒരു സ്റ്റഡി പ്ലാൻ ഇല്ല, എങ്ങനെ പഠിക്കണം എന്നൊന്നും അറിയില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ആ ഒരു ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീക്ക്ലി സ്റ്റഡി പ്ലാനുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വീക്ക് 22 ആണ് നമ്മൾ തന്നിട്ടുള്ളത്. അയ്യോ അത്രയായോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്നവർ അത് വീണ്ടും പറയുകയാണ്. നമ്മൾ ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരാൾക്കും പഠിച്ചു തുടങ്ങാവുന്ന രീതിയിലാണ് നമ്മുടെ വീക്ക്ലി സ്റ്റഡി പ്ലാനുകൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ടോപ്പിക്ക് പഠിച്ചത് അവിടെ വിട്ടിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്ന പരിപാടിയല്ല. ഓരോ വീക്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവിഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് പഠിച്ചെത്താനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റഡി പ്ലാൻ ആക്സസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ കുറച്ച് കുട്ടികൾ ചേർന്നൊരു എക്സാം ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അവർ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം PYQs ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചിട്ട് വീക്കിലി നമ്മൾ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മാക്സിമം ആക്സസ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു മെയ് മാസം പകുതിയോട് കൂടി തന്നെ ഒരു പെയ്ഡ് ടെലഗ്രാം കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സ് വളരെ ചെറിയൊരു ഫീസിലാണ് നമ്മൾ ആരംഭിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കൂടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ താല്പര്യമാണ്. ഒരു ഇൻറ്റൻസ് റിവിഷൻ ബാച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾ ബൾക്കായിട്ട് അങ്ങോട്ട് പഠിപ്പിക്കാനുള്ള രീതിയിലല്ല, ഓരോ ടോപ്പിക്കും പഠിച്ച് സെറ്റായി പോവുക എന്നുള്ള രീതിയാണ് നമ്മളുടെ പെയ്ഡ് ടെലഗ്രാം ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർക്ക് മാത്രം ജോയിൻ ചെയ്യാം. വളരെ ചെറിയൊരു ഫീസായിരിക്കും, ഒരു 3 ഡിജിറ്റ് ഫീസ് മാത്രമായിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഒരു PSC ആസ്പിരൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആണെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ അറിയാതെ വന്നോളും. അത്രേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്തോളൂ. ഇതാ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പോയി നോക്കിയാൽ അവിടെ കാണും കേട്ടോ. പിന്നെ നിങ്ങളുമായിട്ടൊരു കോൺവെർസേഷനൊക്കെ വന്നിട്ട് കുറച്ചായല്ലോ എന്ന് വിചാരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ കോഴ്സുമായി റിലേറ്റഡ് ആയിട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. അങ്ങനെ ആയാലും നമ്മൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവണം എന്ന് വെച്ചിട്ടാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഇൻഫോർമൽ രീതിയിലുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും പറയുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ, അവരും പഠിക്കട്ടെ. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. താങ്ക് യു.